ക്ഷമിക്കുന്നതിന് അതിരുകളില്ലെന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. 70 പ്രാവശ്യം ക്ഷമിക്കുക. തന്നെ ചതിച്ച് പിതാവിൻ്റെ പക്കൽ നിന്നും കടിഞ്ഞൂലവകാശം തട്ടിയെടുത്ത യാക്കോബിനെ എല്ലാം മറന്ന് ഏസാവ് ചുംബിക്കുമ്പോൾ യാക്കോബ് പറയുകയാണ്, അങ്ങയുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ഇരിക്കുന്നു. ക്ഷമിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മുഖമാണ്. നമ്മളെ ഉപദ്രവിച്ചവരോടൊക്കെ മാപ്പ് കൊടുക്കാതെ ഉള്ളിൽ വിദ്വേഷം വെച്ച് നടക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ മുഖമാണ്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ക്ഷമിച്ചു തുടങ്ങാം. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ദുഷ്പ്രേരണ ഉണ്ടാക്കരുത്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ, പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കുവിൻ. യേശുവിൻ്റെ ഈ ഡിമാൻഡിന് മുന്നിൽ അയോഗ്യത തോന്നിയിട്ടായിരിക്കണം അവർ പറഞ്ഞത്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. വിശ്വാസം തങ്ങൾക്കുണ്ടെന്നും അത് വർദ്ധിപ്പിച്ചാൽ മതിയെന്നുമായിരുന്നു ശിഷ്യന്മാരുടെ അഭ്യർത്ഥന. എന്നാൽ ഒരു കടുകുമണിയോളം വിശ്വാസം അവർക്കില്ല എന്ന് യേശു അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറക്കിയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. വിശ്വാസമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ആ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.